നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് കൊല്ലത്തെ കുളപ്പാടത്തെ ETK ഫാമിലേക്കാണ്. ഷമീറാണ് ഇവിടെ നായകൻ. തീപ്പെട്ടി വ്യവസായത്തിൽ നിന്നും പൊടുന്നനെ ഷമീർ ക്ഷീരവൃത്തിയിലേക്ക് വരികയായിരുന്നു. പകലന്തിയോളം നീളുന്ന അധ്വാനമാണ് ETK ഫാമിനെ വ്യത്യസ്തമാക്കുന്നത്. ഒരു നാടിനെയാകെ പാൽ കുടിപ്പിക്കുവാൻ ഷമീർ എന്തെന്നില്ലാതെ കഷ്ടപ്പെടുന്നു. ആ യാതനകൾ വിജയത്തിലേക്കാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. കാണാം ETK ഫാമിൽ നിന്നും ഹരിതം സുന്ദരം. കുളങ്ങളും പാടങ്ങളും ചേർന്നതാണ് കുളപ്പാടം. കൊല്ലത്ത് കണ്ണനല്ലൂർ കഴിഞ്ഞാൽ കുളപ്പാടമായി. ഒരു കാലത്ത് കർഷകർ യഥേഷ്ടം വിഹരിച്ചിരുന്ന ഇടമാണ് കുളപ്പാടം. ഇന്നും കാർഷിക പാരമ്പര്യം വിളംബരം ചെയ്യുന്ന നാട്. കുളപ്പാടത്തു നിന്നും ഏറിയാൽ 3 മൈൽ മാത്രം ദൂരമുണ്ട് ETK ഫാമിൽ. ഇവിടെ ഷമീർ എന്ന ചെറുപ്പക്കാരനുണ്ട്. 2 പതിറ്റാണ്ടോളം ബിസിനസ്സായിരുന്നു, അതും തീപ്പെട്ടി വ്യവസായം. വ്യവസായത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ എപ്പോഴും ബാധിക്കുന്നത് വ്യവസായിയെയാണ്. ഓഹരിക്കമ്പോളത്തിലെ ചാഞ്ചട്ടങ്ങൾ പോലും വ്യവസായത്തെ ബാധിക്കും. അപ്പോഴൊക്കെയും ഷമീറിന് ഒന്നായിരുന്നു കൂട്ട്: വാപ്പ സ്വന്തമായി നടത്തിയിരുന്ന ഒരു ചെറു ഫാം. വ്യവസായത്തിന്റെ സംഘർഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ഫാം രംഗം വികസിപ്പിക്കുവാൻ ഷമീർ തീരുമാനിച്ചിട്ട് കേവലം 6-7 വർഷമേ ആയിട്ടുള്ളൂ. എന്തായാലും ആ രംഗത്തേക്കെത്തി അതങ്ങ് വിജയിച്ചു. സ്വന്തമായുള്ള 2 ഏക്കർ ഭൂമിയിലായിരുന്നു കാർഷിക സപര്യ തുടരാൻ ഷമീർ തീരുമാനിച്ചത്. ഒന്നറിയാം, ക്ഷീരവ്യവസായത്തിലെ അനുബന്ധ മേഖലയാണ് തീറ്റപ്പുൽ കൃഷി. തീറ്റപ്പുൽ കൃഷിയില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പശു ഒന്നിന് ദിവസം 30 കിലോയെങ്കിലും തീറ്റപ്പുല്ല് വേണം. പച്ചപ്പുല്ല് പോലെ പോഷകസമൃദ്ധമായ മറ്റൊന്നില്ല. ആവശ്യത്തിന് നാരുകളും ജലവുമെല്ലാം പച്ചപ്പുല്ലിലുണ്ട്. പാൽ ഉൽപാദനത്തിന്റെ പ്രധാന ഘടകം പച്ചപ്പുല്ല് തന്നെ. നേപ്പിയറും റെഡ് നേപ്പിയറുമായി കൃഷി തകൃതിയായി. ഓരോ 45-ാം പക്കവും കൊയ്യാമെന്നതാണ് പുൽത്തോട്ടത്തിന്റെ മേന്മ. വർഷത്തിൽ 6 തവണയെങ്കിലും വിളവെടുപ്പ് നടത്താം. മഴക്കാലത്ത് ഫോഡർ സ്ലിപ്പുകൾ ഒന്നൊന്നായി കുത്തിവെച്ചാൽ മതി. മണ്ണിൽ അത് താനെ പൊട്ടിക്കിളിച്ച് കയറിക്കൊള്ളും. പറമ്പിന്റെ ഒത്ത നടുവിൽ തന്നെ തീർത്തു ഒന്നാം തരം ഒരു കാലിക്കൂടാരം. അവിടെ പൈക്കൾക്ക് നിൽക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഷമീർ ഒരുക്കി. അവർക്ക് ഭംഗിയായി നിൽക്കുവാനായി ഉറച്ച കോൺക്രീറ്റ് തറകൾ തീർത്തു. വായു സഞ്ചാരത്തെ എങ്ങും തടസ്സപ്പെടുത്താൻ പാടില്ല. ഏതാണ്ട് 21 അടി ഉയരത്തിലാണ് മേൽക്കൂര. ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകളാണ് മേൽക്കൂരയാക്കിയിരിക്കുന്നത്. അതിന് തൊട്ടു താഴെ എപ്പോഴും ചലിക്കുന്ന പങ്കകളുണ്ട്. വായുപ്രവാഹത്തെ അനായാസമാക്കുവാൻ പങ്കകൾ സഹായിക്കും. ഒപ്പം ചെറുപ്രാണികളുടെയും കൊതുകിൻ്റെയുമൊക്കെ ശല്യം അകറ്റുകയും ചെയ്യും. പുറത്ത് വയലും മരങ്ങളുമാണ്. കാറ്റ് അനായാസേന തൊഴുത്തിലേക്ക് ഒഴുകിയെത്തണം. സങ്കരയിനം പൈക്കളുടെ കുളമ്പ് കേക്ക് പോലെയാണ്. എവിടെയെങ്കിലും തട്ടിയാൽ അത് പൊട്ടും. അതുകൊണ്ട് തന്നെ കുളമ്പിന് ക്ഷതമേൽക്കാതെ നിൽക്കുവാൻ റബ്ബർ മാറ്റുകൾ എങ്ങുമുണ്ട്. 1-ാം തരം തീറ്റത്തൊട്ടികൾ തന്നെ വേണം. സിമെന്റിൽ തന്നെ അവ പണിതു. വീതിയേറിയതും നീളത്തിലുള്ളതുമായ തീറ്റത്തൊട്ടികൾ പൈക്കൾക്ക് തീറ്റ തിന്നാൻ സഹായമാകും. ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് ബൗൾ അഥവാ
സ്വയം നിയന്ത്രിത പാനപാത്രം വേണം. അതും സജ്ജീകരിച്ചു. പശു ഒന്നിന് ദിവസം 50 ലിറ്ററോളം ശുദ്ധജലം വേണം. അത് നമ്മുടെ സൗകര്യത്തിന് കൊടുക്കുന്നതല്ല. പൈക്കൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് നുണയാൻ സൗകര്യം വേണം. ദഹനത്തിലും ഉപാപചയ പ്രവർത്തനങ്ങളിലും ജലം ആവശ്യമാണ്. വെള്ളത്തിൻ്റെ ഏത് കുറവും പാലുൽപാദനത്തെ ബാധിക്കും. അങ്ങനെ ഉണ്ടാകരുത്. ആദ്യം തന്നെ വന്നത് 2 ഡസനോളം പൂവാലികളാണ്. നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നുമൊക്കെ അവയെ എത്തിച്ചു. ചെനയുള്ള പൈക്കളോടാണ് ഷമീറിന് താല്പര്യം. അതാകുമ്പോൾ വളർത്തിക്കൊണ്ട് വരികയേ വേണ്ടൂ. പ്രസവശേഷം വാങ്ങുന്ന പൈക്കളുടെ പൊല്ലാപ്പ് അവയ്ക്കില്ല. നാട്ടിൽ തന്നെ വളർന്നു വരുമ്പോൾ പാൽക്കറവയിൽ അവർ മികച്ചവരാകും. പശുഫാമിൽ ഗ്രൂപ്പിംഗ് വളരെ പ്രധാനമാണ്. കറവയുള്ള പൈക്കളെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിക്കും. A, B, C, D എന്നിങ്ങനെയാണ് ഗ്രൂപ്പ് വിന്യാസം. 15 ലിറ്ററിൽ കൂടുതൽ പാലുള്ള പൈക്കൾ A വിഭാഗത്തിൽപ്പെടും. 10നും 15നും ഇടയ്ക്ക് പാലുള്ളവ B വിഭാഗത്തിലും. തൊട്ടുതാഴെ പാലുള്ളവർ C വിഭാഗത്തിലും മറ്റുള്ളവർ മറ്റൊരു വിഭാഗത്തിലും പെടും. ഓരോരുത്തർക്കും പ്രത്യേക റേഷനാണ്. സാന്ദ്രീകൃത തീറ്റയും തീറ്റപ്പുല്ലുമാണ് പ്രധാനപ്പെട്ട ഭക്ഷണം. അത് കൃത്യമായ അളവിൽ ഓരോരുത്തരുടെയും മുന്നിലെത്തിക്കും. കൊല്ലത്ത് കുളപ്പാടം പുന്നൂർ ETK ഫാമിൻ്റെ നായകൻ ഷമീർ നമ്മോടൊപ്പം ഉണ്ട്. ഷമീറുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ഷമീർ. നമസ്കാരം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തീപ്പെട്ടി വ്യവസായ രംഗത്ത് നിന്നാണ് ഈ ഫാമിങ്ങിലേക്ക് വരുന്നത്. എന്താണ് അതിനുള്ള കാരണം? വാപ്പായിട്ട് തുടങ്ങി വെച്ചാൽ അത് തുടർന്നുകൊണ്ട് പോകുന്നത്. ഈ ആ രംഗത്ത് വ്യവസായ രംഗത്ത് നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഷമീറിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വന്നു? മുമ്പേ വാപ്പായ്ക്ക് ഉണ്ടായിരുന്നു. 2 പശു എപ്പോഴും വീട്ടിൽ കാണുമായിരുന്നു. പിന്നെ കോവിഡിൻ്റെ ആ സമയത്ത് ഇപ്പോൾ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ വന്നാണ് അത് സ്തംഭിച്ചു. പിന്നെ ഇതിലോട്ട് വന്നു. അങ്ങനെ ഇതിലേക്ക് വന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ എത്ര ലിറ്റർ പാൽ ഒരു ദിവസമുണ്ട്? 250 ലിറ്റർ പാലുകളുണ്ട്. എത്ര പശുക്കളിൽ നിന്നായി പാല്? ഇപ്പോൾ ഒരു 23 പശുക്കളിൽ നിന്നാണ്. പാലെവിടെ കൊടുക്കുക? ചന്ദനത്തോപ്പിലാണ് സെയിൽ ചെയ്യുന്നത്. വീടുകളാണ് കൂടുതലും കൊടുക്കുക. പാലിങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണം ഉണ്ട്. നമ്മൾ സൊസൈറ്റി ആളുകൾ അതാണ് ഇഷ്ടപ്പെടുന്നത്. അതാണ് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ വൈകുന്നേരം, അതായത് സാധാരണ ഫാമിൽ നിന്ന് വ്യത്യസ്തമായി വൈകുന്നേരം 4-4:30 ആകുമ്പോഴാണ് കറവ തുടങ്ങുന്നത്. അതിനുശേഷം എത്ര മണിക്കാണ് ഈ പാല് കൊടുക്കുന്നത്? 7 മണിക്കാണ് കൊടുക്കുന്നത്. അന്നേരം ആളുകൾ സ്വീകരിക്കും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കൊടുത്താൽ മതി. ആളുകൾ സ്വീകരിച്ചു. ഇഷ്ടമാണ്. അപ്പോൾ ഈ പശുക്കളൊക്കെ എങ്ങനെയാണ് ഈ തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ? ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ഈ ലോക്കൽ പർച്ചേസും ചെയ്യുന്നുണ്ട്. ഈ പശുവിനെ വാങ്ങിക്കുമ്പോഴാണ് മിക്ക ഫാമുകാർക്കും വലിയ ചതിയോ അപകടമൊക്കെ പറ്റുന്നത്. അപ്പോൾ അത് ഇവിടെ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഉണ്ട്, സംഭവിക്കുന്നുണ്ട്. എന്നാലും അതിൽ നിന്നൊക്കെ ഞാൻ വ്യത്യസ്തമായിട്ട് നോക്കിയെടുക്കാറുണ്ട്. പശുഫാമായാൽ അവയിൽ ഒരു മിശ്രിതം വേണം എന്ന സംരംഭകന്റെ ചൊല്ല് അന്വർത്ഥമാക്കിയിട്ടുണ്ട് ഷമീർ. കൂടുതൽ പാൽ തരുന്ന ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ പൈക്കളെ ഒഴിവാക്കുക വയ്യ. അയർലൻഡുകാരാണ് ഹോൾസ്റ്റൈൻ പൈക്കൾ. പാൽ കൊഴുപ്പ് അല്പം കുറയുമെങ്കിലും പാൽ ദിനങ്ങൾ കൂടുതലാണ്. വർഷത്തിൽ 305 ദിനങ്ങളോളം പാൽ തരാൻ അവർ തയ്യാറാണ്. ജേഴ്സി പൈക്കൾ പാൽ കൊഴുപ്പ് കൂടിയവരാണ്. ഇംഗ്ലീഷ് ചാനൽ സ്വദേശികളാണ് ജേഴ്സി പൈക്കൾ. ഒക്കെയും മിശ്രിതമായി ചേർന്ന സുനന്ദിനിയും ഒപ്പമുണ്ട്. പൈക്കിടാങ്ങൾ പശു വളർത്തലിലെ ബോണസാണ്. അവർക്കായി പ്രത്യേക കൂടാരം ഒരുക്കിയിട്ടുണ്ട് ഷമീർ. ആദ്യ 28 ദിന പാൽ കൊടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് കാഫ് സ്റ്റാർട്ടറിലേക്ക് കയറും. അങ്ങനെയാണ് പാൽ ലാഭിക്കുക. 3 മാസം വരെയാണ് പൈക്കിടാങ്ങൾക്ക് കാഫ് സ്റ്റാർട്ടർ നൽകുക. പശുക്കിടാവാണെങ്കിൽ തുടർന്ന് പിന്നെയും വളർത്തും. കാളക്കിടാങ്ങളെ അപ്പോഴേ വിൽക്കും.
സാന്ദ്രീകൃത തീറ്റയും പുല്ലുമൊക്കെ കൂടാതെ വൈക്കോലും പൈക്കൾക്ക് പ്രിയമാണ്. കറവ വളരെ പ്രധാനമാണ്. കറവയ്ക്ക് കൃത്യസമയമുണ്ട്. രാവിലെ 6 മണിക്കും വൈകിട്ട് 4 മണിക്കുമാണ് കറവ. പാൽ പാക്കുകളിലാക്കി പ്രാദേശിക വിൽപ്പനയാണ് ഷമീർ നടത്താറ്. ലിറ്ററിന് 60 രൂപയാണ് വില. വൈകുന്നേരത്തോടെ പാൽ വീടുകളിലെത്തിക്കാൻ ഷമീർ തയ്യാർ. പാൽക്കറവയ്ക്കും ഒരു രീതിയുണ്ട്. വാക്യൂം സംവിധാനത്തിലാണ് പാൽക്കറവ. ഏതാണ്ട് 90% പൈക്കളും മെഷീൻ കറവയോട് സഹകരിക്കും. ടീറ്റ് കപ്പുകളും പൾസേറ്ററുകളുമാണ് കറവ മെഷീന്റെ ഘടകങ്ങൾ. മിനിറ്റിൽ 52 പ്രാവശ്യം മിടിക്കുന്ന പൾസേറ്ററുകൾ കറവ സാധ്യമാക്കും. പാൽ നേരെ ക്യാനുകളിലേക്ക് ഒഴുകിയെത്തും. കറവേന്ദ്രത്തിലൂടെ പാൽ തീർന്നത് മനസ്സിലാക്കാം. മെഷീൻ കറവയോട് സഹകരിക്കാത്തവർക്ക് കൈക്കറവയുണ്ട്. കൈക്കറവയ്ക്ക് ഷമീർ തന്നെ നേതൃത്വം നൽകും. കരവിരുതാണ് കൈക്കറവയുടെ സുഖം. 10 ലിറ്റർ പാലുള്ള പൈക്കളെ കേവലം 5 മിനിറ്റ് കൊണ്ട് തന്നെ ഷമീർ കറന്നെടുക്കും. പാലിൻ്റെ വിപണനം വളരെ പ്രധാനമാണ്. വീടുകളിലെത്തിച്ച് വിൽക്കുന്ന രീതി അവലംബിച്ചാൽ കൂടുതൽ ലാഭം കിട്ടും. വൈകുന്നേരത്തോടെയാണെങ്കിലും ക്യാഷ് രൊക്കം കിട്ടും. തമിഴ്നാട്ടിൽ പോയി വാങ്ങുമെന്ന് പറഞ്ഞു. എവിടെയാണ് വാങ്ങുന്നത്? അവിടെ ഇങ്ങനെ നല്ല ഫാമുകളുണ്ട്. നല്ല കുടികളിൽ നിന്ന് നേരിട്ട് അറിയാവുന്ന വീടുകളുണ്ട്. അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരും. ഒരു നല്ല പശുവിനെ കണ്ട ഷമീർ അങ്ങനെ തിരിച്ചറിയുന്നത് എന്തൊക്കെയാണ് ലക്ഷണം? പ്രസവിക്കാത്ത ഒന്നാമത്തെ 2ാമത്തെ പശുവിനെ വാങ്ങിക്കത്തുള്ളൂ. പ്രസവിക്കാത്ത എന്താ അതിൻ്റെ ഗുണം? അവർ കള്ളം കൂടുതലും ഇതിനകത്ത് വരുന്നുണ്ട്. പ്രസവിച്ച് 2-3 മാസമൊക്കെ ആയി വേറെ കൊച്ചുകുട്ടിയൊക്കെ ചേർത്ത് നമ്മൾ പശുവിനെ തരും. നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് പണി കിട്ടും. ഈ ഷമീർ ഇപ്പോൾ എത്ര വർഷമായി ബിസിനസ്? ഞാനിപ്പോൾ ഇതിൽ 6 വർഷമായി. ഇപ്പോൾ ഈ 6 വർഷം ഈ ഫാം തുടങ്ങി എത്ര വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ലാഭനഷ്ടമില്ലാത്ത രീതി കൂടെ പോയത്? ഒരു 3 വർഷത്തോളം എടുത്തു. എങ്ങനെ പോയാലും ഒരു 3 വർഷം എടുക്കും ഇത് ലാഭവും നഷ്ടവും അല്ലാത്ത രീതി വരാൻ. പിന്നീട് ഇപ്പോൾ പശുക്കളുടെ എണ്ണം കൂട്ടിയാൽ ലാഭത്തിലാവും. ലാഭത്തിലാവും. അങ്ങനെ പശുക്കളുടെ എണ്ണം കൂട്ടാനുള്ള പരിപാടിയുണ്ടോ? എണ്ണം ഉണ്ട്, ഭാവിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം എത്ര ജീവനക്കാരുണ്ട്? ഇപ്പം ഒരാളേ ഉള്ളൂ. ഷമീർ ഈ ഒറ്റ ആളും കൂടെ ചേർന്ന് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വലിയൊരു ക്ലേശം ഇതിനകത്തില്ലേ? അതായത് രാവിലെ വരുന്നു. ഇല്ല കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഇപ്പം നമ്മുടെ ഓട്ടോമാറ്റിക്കലി അതിൽ അങ്ങനെ ആയി. റെഗുലറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് ചെയ്ത് പോവുക. എത്ര മണിക്ക് ഫാമിലെത്തുക? ഞാൻ 5:30 എത്താറ്. രാവിലെ 6 മണിക്ക് കറക്കാറുള്ളൂ. എത്ര മണി വരെ കാണും? ഇവിടെ ഒരു 9:30 വരെ കാണും. ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? വന്നാൽ അന്നത്തേക്ക് പുള്ളി ചാണകമൊക്കെ മാറ്റി കഴുകി നിർത്തും. ഞാൻ വന്ന ഉടനെ കറവ തുടങ്ങും. ഉടനെ പിന്നെ പാല് പാക്കറ്റ് ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും തീറ്റയെല്ലാം നോക്കിയിട്ട് അന്നേരം പുറപ്പെടും. തീറ്റയും പുല്ലുമൊക്കെ കൃത്യമായി തീറ്റത്തൊട്ടിയിലെത്തിക്കുവാൻ ഷമീറും നേതൃത്വം നൽകും. വൈക്കോൽ പൊതുവെ രാത്രിയാണ് നൽകുക. പാൽ കൊഴുപ്പിന് മികച്ചത് വൈക്കോലാണ്. നല്ല പശുക്കളുടെ സെലക്ഷൻ വളരെ പ്രധാനമാണ്. അതൊക്കെയും കാലക്രമത്തിൽ നന്നായി പഠിച്ചിട്ടുണ്ട് ഷമീർ. പശു വളർത്തലിൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന ലാഭക്കണക്കുകളെക്കുറിച്ച് കൃത്യമായി അറിയാം. എങ്ങനെയാണ് ഇതിനെ നയിച്ചു കൊണ്ടുപോകേണ്ടതെന്നും അറിയാം. മൂക്കുകയർ പിടിച്ച് പശുവിനെ കൊണ്ടുപോകുന്നത് പോലെ സംരംഭത്തെ പിടിച്ചുകൊണ്ടുപോകാൻ ഒരു മൂക്കുകയർ വേണം. അത് മനസാക്ഷിയും പ്രതിബദ്ധതയും തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഷമീർ. ഇപ്പോൾ ഈ രംഗത്ത് ഷമീറിനെ പോലെ ഷമീറിൻ്റെ ഈ പ്രോഗ്രാമൊക്കെ കണ്ട് ഈ രംഗത്തേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ വന്നാൽ അവർക്ക് നൽകാൻ കഴിയുന്നൊരു ഉപദേശം എന്താ? അധ്വാനിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ സമ്പാദിക്കാം. പല ആളുകളും ചെറുപ്പക്കാർ വളരെ ഈ രംഗത്തേക്ക് വരുന്നു. പിന്നീട് അവർ 1-2 വർഷം പഠിക്കാതെ ചെയ്യുന്നുണ്ടോ? പഠിക്കാതെ ചെയ്യുന്നു. ഷമീർ എങ്ങനെ ഇതൊക്കെ പഠിച്ചത്? വാപ്പ കാണിച്ചു തന്നതാണ്. എന്താണ് ഈ രംഗത്ത് സംഭവിക്കാവുന്ന ഒരു വലിയ ചതി? ജോലിക്കാരെ മാത്രമായിട്ട് നിർത്തിയാൽ ഇത് ഫോളാവും. നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ഒരു 90-80% നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ മാത്രമേ തുടങ്ങാവൂ. മറ്റു ഫാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കാണുന്ന ധാരാളം തീറ്റപ്പുല്ല് ധാരാളം കൃഷി ചെയ്തിട്ടുണ്ട്. തീറ്റപ്പുല്ലുണ്ട്.
ഒരു ദിവസം എത്ര തീറ്റപ്പുല്ല് കൊടുക്കും ഒരു പശു? ഒരു പശുവിന് ഒരു 20 കിലോളം കൊടുക്കും. എന്താണ് ഇനി അടുത്ത ഷമീറിൻ്റെ ഒരു ആഗ്രഹം? ഇനി ഒരു ചാണകത്തിൻ്റെ ഉണക്കുന്ന മെഷീൻ വാങ്ങിക്കാനുള്ള പ്ലാനായിട്ടിരിക്കുക. എല്ലാം കൊടുത്തിട്ടുണ്ട്. പശുക്കളുടെ എണ്ണം കൂട്ടുന്നുണ്ടോ? എണ്ണം കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇനി ഞങ്ങൾ വരുമ്പോൾ ETK ഫാം വലിയൊരു ദ്വാരകയായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദ്യയിലേക്ക് നയിക്കുന്നതാണ് വേദനകൾ. വേദനകളിലൂടെ ഷമീർ വിദ്യയിലേക്ക് മുന്നേറുന്നു. നേരാം ഭാവുകങ്ങൾ.